ഉദ്യോഗസ്ഥരുടെയും മുൻ സർക്കാരിന്റെയും പിന്തുണയോടെയാണ് വാഗമൺ വരാട്ടുമേട്ടിൽ ഭൂമി കയ്യേറിയിരിക്കുന്നതെന്ന് റോയ്ക്ക് പോലീസ് എംഎൽഎ. സർക്കാർ ഭൂമിയിൽ കയ്യേറ്റത്തിന് ഒരു കാരണവശാലും അനുവദിക്കില്ല. കയ്യേറ്റക്കാർ എത്ര വമ്പന്മാരായാലും ഒഴിപ്പിക്കുക തന്നെ ചെയ്യും. ജില്ലയിലെ ഒരു കയ്യേറ്റവും വെച്ച് പൊറിപ്പിക്കാനാവുകയില്ലെന്നും റോയ്ക്ക് പോലീസ് ഇടുക്കി വിഷനോട് പറഞ്ഞു. ആരും പാവപ്പെട്ട ആളുകളോ സാധാരണക്കാരായിട്ടുള്ള ആളുകളോ അല്ല കയ്യേറിയിട്ടുള്ളത്. വലിയ സമ്പന്നന്മാരായിട്ടുള്ള ആളുകളാണ്. ഈ ജില്ലയിൽ പോലും താമസിക്കുന്നവരല്ല. ഇടുക്കി ജില്ലയ്ക്ക് പുറമേ നിന്നും വന്നിട്ടുള്ള വലിയ വലിയ സമ്പത്തുള്ള ആളുകൾ, അതിൻ്റെ അകത്ത് സിനിമാ നടന്മാരുൾപ്പെടെ വലിയ സാമ്പത്തിക ശേഷി ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെ ഇതൊരു വലിയ സൗകര്യമാണ്. ഇവിടെ ഇതിങ്ങനെ കയ്യേറ്റത്തിന് ഒരു അനുയോജ്യമായ സ്ഥലമാണ് എങ്ങനെയോ അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അവർക്ക് അതിനാവശ്യമായ പിന്തുണയൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ചിട്ടുണ്ടാകും. എന്തായാലും ആ പിന്തുണ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കയ്യേറ്റ സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോൾ കാണാൻ പറ്റിയത് ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടായിട്ടുള്ളൊരു കയ്യേറ്റമല്ല, നാളുകൾ എടുത്തിട്ടുള്ള കയ്യേറ്റമാണ്. അപ്പോൾ മാസങ്ങളും ഒരുപക്ഷെ വർഷത്തിലേറെ ആയിട്ടുള്ള കയ്യേറ്റം നടക്കണമെങ്കിൽ ഇതിന് സഹായം കൊടുക്കേണ്ട ആളുകളുടെ എല്ലാം പിന്തുണ ഉണ്ടാകണം. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായ പിന്തുണ ഈ കയ്യേറ്റങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പിന്തുണയുമില്ലാതെ ഇത്തരം ഒരു കയ്യേറ്റം ഈ നാട്ടിൽ നടക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഇന്ന് സന്ദർശിച്ചത്. ഈ മേഖലയിലെ, പ്രത്യേകിച്ച് ഏലപ്പാറ മേഖലയിലെ ഏറ്റവും കാഴ്ചയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിനേക്കാൾ സുന്ദരമായൊരു പ്രദേശം ഒരുപക്ഷെ ഏലപ്പാറ ഈ മേഖലയിൽ ഉണ്ടാകത്തില്ല. അപ്പോൾ അത്രമാത്രം ടൂറിസം പ്രാധാന്യമുള്ള ഒരു സർക്കാരിൻ്റെ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറി കാലങ്ങളെടുത്ത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ഇത് കൃഷിഭൂമിയാണ് എന്ന് വരുത്താൻ വേണ്ടി ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്തൊക്കെ പാറയാണ്. ഈ ഇതുപോലെ കിടക്കുന്ന പാറയുടെ മുകളിലേക്കാണ് മണ്ണ് കൊണ്ടുവന്നിട്ട് കപ്പ കൃഷി ഉൾപ്പെടെ കൃഷിയെല്ലാം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ബന്ധപ്പെട്ട അറിയേണ്ടവരെല്ലാം അറിഞ്ഞുകൊണ്ട് അവരുടെ എല്ലാം പിന്തുണയോടെയും സഹായത്തോടെയും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. എത്ര സമ്പന്നരാണേലും എത്ര ശക്തിമാന്മാരാണേലും ആരുടെയെല്ലാം പിന്തുണയോടെയാണ് ഇതൊക്കെ നടത്തിയിട്ടുള്ളതെങ്കിലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാട് ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകും. ജില്ലാ ഭരണകൂടവും അതനുസരിച്ച് പ്രവർത്തിക്കും. ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ കുറേ ഭാഗം കയ്യേറ്റം ഒഴിപ്പിച്ചതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഇവിടുത്തെ നാട്ടുകാർ കാണിച്ചു തന്നത് ഏതാണ്ട് 100 ഏക്കറിലേറെ പ്രദേശം ഈ കയ്യേറ്റക്കാരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ നോക്കുമ്പോൾ താഴേക്ക് കാണുന്ന ഈ സർക്കാർ ഭൂമിയിലെല്ലാം ഇരുമ്പ് കമ്പികൾ അടിച്ചു വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഇതെല്ലാം കയ്യേറി പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ അനുവദിക്കാൻ വയ്യ. പാവപ്പെട്ട 3 സെന്റ് പോലും ഭൂമിയില്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിൽ നിരവധിയായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം കയ്യേറ്റങ്ങൾക്കെതിരെ അതിശക്തമായ നടപടി ഗവൺമെൻറ് ഭാഗത്തുനിന്ന്